പ്രിയ ശ്രോതാക്കളെ പ്രണാമം. 1973 ശ്രീ എം കൃഷ്ണൻ നായർ സാറ് സംവിധാനം ചെയ്ത തൊട്ടാവാടി എന്ന ചിത്രത്തിലെ വളരെ ശ്രദ്ധേയവും ദർശനീയവുമായ ഗാനത്തിൻ്റെ തിരശ്ശീല ഉയർത്തുകയാണ് ഇന്നിവിടെ. ഈ ചിത്രത്തിൽ വളരെ സമ്പന്ന കുടുംബത്തിലെ അംഗമായ ഡോക്ടർ ജോൺ എന്ന കഥാപാത്രത്തിനെ സിനിമയിൽ അവതരിപ്പിക്കുന്നത് ശ്രീ പ്രേംസിറാണ്. ഈ ഡോക്ടർ ജോണിനെ പ്രണയിക്കുന്ന സാധാരണ കുടുംബത്തിലെ അംഗമായ സാവിത്രി എന്ന കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത് വർണ്ണാഭമായ അംഗലാവണ്യ സമ്പന്നയായ ജയഭാരതിയാണ്. ഈ ഡോക്ടർ ജോണ് സമൂഹത്തിൻ്റെ കപട സദാചാര പ്രവണതയെ തിരിച്ചറിഞ്ഞ് സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെട്ട ഒരു ജീർണിച്ച സാമൂഹ്യ ചുറ്റുപാടിൽ ജീവിക്കാൻ നിർബന്ധിതമാകുന്ന ഈ യുവത്വം, ഈ ചെറുപ്പക്കാരൻ, ഈ നായകൻ ഏകാന്തതയിലേക്ക് തിരിച്ചു പോവുകയാണ്. ആ ഏകാന്തതയിലേക്ക് ഇരുന്നുകൊണ്ട് തത്വചിന്തകനെ പോലെ ആയി മാറുകയും നാടിന് സംഭവിച്ച ഈ ദുരവസ്ഥയ്ക്കെതിരായി നടത്തുന്ന ശബ്ദായമാനമായ ഈ ആത്മഗീതത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ലക്ഷ്മീപുരം കൊട്ടാരം പൂരം തിരുനാൾ രവിവർമ്മ സാറാണ്. ഈ സംഗീതത്തിന് ചിറകേകാൻ നമ്മുടെ പ്രിയ ഭാവഗായകൻ ജയേട്ടനാണ്. കാവ്യഗന്ധർവൻ അണിയിച്ചൊരുക്കിയ രമണീയ ദാർശനിക ഗാനത്തിൻ്റെ അകത്തളത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. നിങ്ങൾ റെഡിയല്ലേ? ജയേട്ടന് എൻ്റെ സാഞ്ചരികൾ. നമുക്ക് പല്ലവി ആരംഭിക്കാം. ഉപാസന ഉപാസന ഇതു ധന്യ മാമരുപാസന ഉണരട്ടെ ഉഷസ്സു പോലുണരട്ടെ ഒരു യുഗചേതന ഉണരട്ടെ ഉപാസന ഉപാസന. ഇതാണ് എൻ്റെ പല്ലവി. നമുക്ക് നോക്കാം എന്താ പല്ലവിന്ന്. ഈ ഉപാസന എന്ന് വെച്ചാൽ അടുത്തിരിക്കുക എന്നാണ്. ഉപ പ്ലസ് ആസന. അപ്പം നമ്മൾ ഏത് ആശയങ്ങളാണോ നമുക്ക് കൂടുതൽ ഉണർവും പ്രചോദനവും നൽകുന്നത് അതിനെ നിരന്തരം മനസ്സിൽ ധ്യാനിച്ച് അതിനോട് ചേർന്ന് അതിൽ ഉണർന്നിരിക്കുകയാണ് ഉപാസന. ഈ മണ്ണെണ്ണ വിളക്കിലും മൺചട്ടിയിലും തുടർന്നു പോകുന്ന ജീവിതത്തിൻ്റെ സംസ്കാരത്തെ സമ്പന്നവും ഉന്നതവും ഉദാത്തവും വർണ്ണശബളവുമായ സംസ്കാരത്തിലേക്ക് മാനവ ജീവിതത്തെ ഉയർത്തിയ ഏതാനും മഹാമനുഷ്യരുടെ ഉപാസനയിൽ മുതിർന്ന പുഷ്പലതാദികളുടെ ഉപഭോക്താക്കളാണ് നാം എല്ലാവരും. ശരിയല്ലേ? ഇന്ന് നമ്മൾ AI-യിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇരുളകറ്റി മനുഷ്യ മനസ്സിൽ നവപ്രഭാതം ഉദയം ചെയ്യാൻ പല്ലവി ഉദ്ഘോഷിക്കുകയാണ്. അതോടൊപ്പം നാം എല്ലാവരും ആത്മചേതസ്സായി മാറട്ടെ എന്നുകൂടി കവി പറയുകയാണ്. ഇതാണ് പല്ലവി. നമുക്ക് അനുപല്ലവിയിലേക്ക് വരാം. എന്താ അനുപല്ലവി നോക്കാം. സത്യം മയക്കുമരുന്നിൻ്റെ ചിറകിൽ സ്വർഗത്തു പറക്കോമി നാട്ടിൽ ഇല്ലാത്ത സ്വർഗത്തു പറക്കോമി നാട്ടിൽ സ്വപ്നം മരിക്കോമി നാട്ടിൽ സർഗസ്വരൂപിയാം ശാസ്ത്രം നിർമ്മിക്കും അഗ്നികുണ്ഡങ്ങൾക്കുള്ളിൽ മനുഷ്യ ഹേ മനുഷ്യ വലിച്ചെറിയൂ നിന്റെ മുഖം മൂടി. ഇതാണ് നമ്മുടെ അനുപല്ലവി. നോക്കാം എന്താണെന്ന് നോക്കാം. ഈ വയലാർ ഇവിടെ ഉള്ള ഗൗരവകരമായൊരു സാമൂഹ്യ വിചാരണ നടത്തുകയാണ്. ഇവിടെ മനുഷ്യൻ സത്യമാർഗത്തെ തിരസ്കരിച്ച് അജ്ഞത വിളമ്പി നൽകുന്ന മയക്കുമരുന്നിൻ്റെ ചിറകിൽ ഇല്ലാത്ത സ്വർഗത്ത് പറക്കുകയാണ്. ഒന്നിൻ്റെയും അന്തസാരത്തെ തൊട്ടുരുചിക്കാൻ മനുഷ്യൻ തയ്യാറാവുന്നില്ല. അതുവഴി ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്ന് യുവത്വം എസ്കേപ്പ് ചെയ്യല്ലേ അല്ലേ? യുവത്വം എന്ത് ചെയ്യാണ്? ഒളിഞ്ഞു നമ്മളെ യുവത്വം എന്ത് ചെയ്യാണ്? എസ്കേപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അതുവഴി ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്ന് യുവത്വം ഒളിച്ചോടാൻ ശ്രമിക്കുകയല്ലേ? സ്വപ്നങ്ങൾ പോലും മനുഷ്യ മനസ്സിൽ വിരുന്നിനെത്തുന്നില്ല.
ജീവിത ലക്ഷ്യത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ എത്തിക്കുന്ന ചവിട്ടുപടികളായി സ്വപ്നങ്ങൾ വാർമഴ വില്ലുകൾ തീർക്കുന്നില്ല. ശാസ്ത്രത്തിൻ്റെ സർഗാത്മകതയിൽ നിന്ന് പിറവിയെടുക്കുന്ന നൂതനാശയങ്ങൾ ജീവിത പ്രതിസന്ധികൾക്ക് പുതിയ പരിഹാരം കണ്ടെത്താനും ആവർത്തന വിരസമായ ജീവിതത്തിന് നവഭാവങ്ങൾ നൽകി ശ്രുതി മധുരമാക്കാൻ പ്രാപ്തനാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സർഗസ്വരൂപിയാം ശാസ്ത്രം നിർമ്മിക്കുന്ന അഗ്നികുണ്ഠങ്ങൾക്കുള്ളിൽ എന്ന് കവി പറയാനുള്ള കാര്യം വെച്ചാൽ ഈ സർഗസ്വരൂപിയാണ് ശാസ്ത്രം. ആ സത്യത്തിൻ്റെയും അറിവിൻ്റെയും സമ്പന്നത ഉൾക്കൊണ്ടുകൊണ്ട് ഉൾക്കൊള്ളുന്നതാണ് ശാസ്ത്രം. അത് ഉൾക്കൊണ്ടുകൊണ്ട് നിൻ്റെ അജ്ഞതയെ മറക്കാൻ ധരിച്ചിരിക്കുന്ന മുഖം മൂടി വലിച്ചെറിയൂ ഈ അഗ്നികുണ്ഠങ്ങളെന്ന് പറയാണ്. കാരണം അങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് നിൻ്റെ ജീവിതത്തെ താളപങ്കിലമാക്കാൻ പറയാണ്. അല്ലേ? അതാണ് കവി പറയണത്. നമ്മളതിലേക്ക് വലിച്ചെറിയുമ്പോൾ അഗ്നി കൊണ്ട് എന്ത് ചെയ്ത് ശുദ്ധീകരിക്കുകയാണ് നമ്മളെ. അഗ്നി എപ്പോഴും എല്ലാത്തിനെയും ശുദ്ധീകരിക്കും. അതുകൊണ്ട് അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയ കവി ഉത്ബോധിപ്പിക്കുകയാണ്. ഇതാണ് അനുപല്ലവി. നമുക്ക് ചലനത്തിലേക്ക് വരാം. കാലം ശരശയ്യ തീർത്തു മയങ്ങുമി കാണാത്ത കുരുക്ഷേത്ര ഭൂവിൽ, കലിയുഗം കാണാത്ത കുരുക്ഷേത്ര ഭൂവിൽ, സോക്രട്ടീസുമാർ ധ്യാനിച്ചിരിക്കുമീ സ്വർണ്ണ സോപാനത്തിനരികിൽ, മനുഷ്യ ഹേ മനുഷ്യ വലിച്ചെറിയൂ നിന്റെ വിഷപാത്രം. ഇതാണ് ചരണം കവി പറയണത്. ചില യഥാർത്ഥത്തിൽ ഈ സ്നേഹവും ശുദ്ധിയും ത്യാഗവും ഇല്ലാത്ത മനുഷ്യ ജീവിതം വെറും തരിശായി പോവുകയാണ്. അല്ലേ? കാരണം നമ്മുടെ ഈ ഇന്ദ്രിയ സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെ തടിപ്പിക്കാൻ അവൻ മത്സരബുദ്ധിയോടെ ജീവിച്ച് അവൻ രചിക്കുന്നത് അസുരോപനിഷത്താണ്. അതുപോലെ അസുരോപനിഷത്ത് സമൂഹത്തിന് സർവനാശം വരുത്തിയാണെന്ന് കവി പറയണം. അല്ലേ? മനുഷ്യ ചരിത്രത്തിൻ്റെ നിർണായകമായ ഘട്ടത്തിൽ പോലും ഉണർന്ന് പ്രവർത്തിക്കാതെ നിഷ്ക്രിയരായി ജീവിച്ചു പോരുന്ന യുവത്വത്തിനെ ഭീഷ്മ പിതാമഹൻ ശരശിയിൽ കിടക്കുന്നതിനോട് കവി ഉപമിക്കുകയാണ്. ഈ ശരശി എന്ന് വെച്ചാൽ ശരം അമ്പുകളാണ്. എന്ത് മനോഹരമായ ഒരു കമ്പാരിസനാണ് നോക്കല്ലേ. അതുപോലെ കലിയുഗം കാണാത്ത കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് കവി പറയണത്. ഈ കുരുക്ഷേത്ര ഭൂമിയിൽ കലിയുഗം കാണാത്ത കുരുക്ഷേത്ര ഭൂമിയാണ്. കാരണം ഇത് വളരെ അർത്ഥവത്തായ പദപ്രയോഗമാണ്. കാരണം കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ചതോടെ ദ്വാപര യുഗം അവസാനിക്കുകയാണ്. അടുത്ത കലിയുഗം ഉദയം ചെയ്തതോടെ അതാണ് ഉണ്ടായത്. അപ്പം അതുകൊണ്ട് കലിയുഗത്തിൽ കുരുക്ഷേത്ര യുദ്ധമില്ല. പിന്നെ എവിടെ നടക്കുന്നത്? കലിയുഗത്തിലെ കുരുക്ഷേത്രം ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലെ സംഘർഷങ്ങളാണെന്നാണ് പറഞ്ഞത് കവി. നോക്കൂ, ഈ സംയമനത്തിലേക്ക് മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആശങ്കയും ഭയവും കാപഠ്യവും അധൈര്യവും മനുഷ്യ മനസ്സിൻ്റെ അലകടലിൽ ഇരമ്പി മറയുന്ന വികാരവിചാരങ്ങളും ഇച്ഛാജ്ഞാനങ്ങളും തമ്മിൽ നടക്കുന്ന സംഘർഷങ്ങളെയാണ് കലിയുഗത്തിലെ കുരുക്ഷേത്രമായി കവി കാണുന്നത്. എത്ര മനോഹരമായിട്ടല്ലേ? നോക്കൂ, ഏതു വഴിക്ക് പോയാലും കടവ് തോണിയില്ലാത്ത പുഴക്കരയ്ക്ക് നിഷ്ക്രിയരായി നോക്കുകുത്തിയായി നിൽക്കുന്ന യുവത്വത്തിൻ്റെ അടുത്തേക്ക് അറിവിൻ്റെ തോണിയുമായി എത്തിച്ചേരുന്ന ഏതൻസിലെ അറിവിൻ്റെ രാജകുമാരൻ സോക്രട്ടീസ് അദ്ദേഹം പറയാറുണ്ട്, പരിശോധിക്കപ്പെടാത്ത ജീവിതം ജീവിക്കാൻ യോഗ്യമല്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ സോക്രട്ടീസ് അദ്ദേഹം അറിവിൻ്റെ തീനാളങ്ങളായി യുവത്വത്തെ മാറ്റുകയും ഇത് കണ്ട് വിളറി പിടിച്ച ദുർഭരണകർത്താക്കൾ രാജ്യം വിട്ടുപോകാൻ സോക്രട്ടീസിനോട് അഭ്യർത്ഥിച്ചെങ്കിലും അത് അദ്ദേഹം നിരാകരിച്ചുകൊണ്ട് അറിവിൻ്റെ നിറകുടമായ സോക്രട്ടീസിനെ വെച്ച് നീട്ടിയ ഹെൻലോക്ക് എന്ന വിഷം അദ്ദേഹം സുഖകരമായി പാനീയം ചെയ്യുകയാണ് ചെയ്തത്. അത് കുടിച്ചുകൊണ്ട് അദ്ദേഹം സ്വയം വധിക്കപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് സാംസ്കാരിക
പരിണാമം ആഗ്രഹിക്കുന്ന യുവത്വം ഈ മന്ദബുദ്ധികളാൽ വെച്ചു നീട്ടുന്ന വിഷപാത്രം വലിച്ചെറിയാൻ പറഞ്ഞുകൊണ്ട് കവി ഈ ദാർശനികമായി പറഞ്ഞുകൊണ്ട് ഈ ആത്മഗീതത്തിന് തിരശ്ശീല വീഴുകയാണ്. എന്ത് മനോഹരമായിട്ടാണ് ഒരു ജീവിത സ്വഭാവത്തിന് അല്ലെങ്കിൽ ഒരു യുഗത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് കവിയുടെ വർണ്ണിച്ച് അതിനെ വേണ്ട പോലെയൊക്കെ ഉപമാലങ്കാരം കൊടുത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ കാവ്യ വിരുന്ന് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായം കുറിക്കണം. ഏവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഈ ഗാനം ഒന്ന് ആലപിക്കട്ടെ. ഓക്കെ. ഉപാസന ഉപാസന ഇതു ധന്യമാ മറുപാസന. ഉപാസന ഉപാസന ഇതു ധന്യമാ മറുപാസന. ഉണരട്ടെ ഉഷസ്സു പോലുണരട്ടെ ഒരു യുഗചേതന ഉണരട്ടെ. ഉപാസന 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 ഇതു ധന്യ മാമരുപാസന. സത്യം മയക്കുമരുന്നിൻ്റെ ചിറകിൽ സ്വർഗത്തു പറക്കോമി നാട്ടിൽ ഇല്ലാത്ത സ്വർഗത്തു പറക്കോമി നാട്ടിൽ സ്വപ്നം മരിക്കൂമി നാട്ടിൽ. സർഗസ്വരൂപിയാം ശാസ്ത്രം നിർമ്മിക്കും അഗ്നികുണ്ഡങ്ങൾക്കുള്ളിൽ മനുഷ്യ ഹേ മനുഷ്യ വലിച്ചെറിയൂ നിന്റെ മുഖം മൂടി. ഉപാസന ഉപാസന ഇതു ധന്യ മാമരുപാസന. കാലം ശരശയ്യ തീർത്തു മയങ്ങുമി കാണാത്ത കുരുക്ഷേത്ര ഭൂവിൽ. കലിയുഗം കാണാത്ത കുരുക്ഷേത്ര ഭൂവിൽ. സോക്രട്ടീസുമാർ ധ്യാനിച്ചിരിക്കുമീ സ്വർണ്ണ സോപാനത്തിനരികിൽ. മനുഷ്യ ഹേ മനുഷ്യ വലിച്ചെറിയൂ നിന്റെ വിഷപാത്രം. ഉപാസന ഉപാസന ഇതു ധന്യ മാമരുപാസന. ഉണരട്ടെ ഉഷസ്സു പോലുണരട്ടെ ഒരു യുഗചേതന ഉണരട്ടെ. ഉപാസന 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 ഇതു ധന്യ മാമരുപാസന.